അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിക്കൊണ്ട് നമ്മൾ ഇന്നൊരല്പം എല്ല് മേടിച്ചു കേട്ടോ. ഒരു ഞായറാഴ്ച ആയാൽ എന്തേലും ഒന്ന് കടിച്ചു പറിച്ചില്ലെങ്കിലും ഒരു ഞായറാഴ്ചക്കുള്ള സുഖം കിട്ടുമോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അല്പം എല്ലാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. വേണ്ട എല്ല് വേണ്ട എല്ലാം ഇച്ചിരി വലിയ എല്ലാം ആയതുകൊണ്ട് എല്ലാം ഞങ്ങൾ വെട്ടി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കറി വെച്ചിട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് കപ്പയും കൂട്ടി ഒന്ന് കടിച്ചു പറിക്കാം. അപ്പം നമ്മുടെ എല്ലെല്ലാം വെട്ടി നുറുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ എല്ലൊരല്പം ഉപ്പിട്ട് നല്ലതുപോലെ ഒരു 5-6 തവണ ഒന്ന് കഴുകാവേ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വരച്ചാതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വേണ്ട കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ കപ്പ വേവിച്ച കുക്കറാണ്, അതിനകത്തോട്ട് തന്നെയാണ് നമ്മുടെ എല്ലും ഇട്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വേണ്ട എല്ലിനെ അങ്ങോട്ടേക്ക് വേണ്ട ഇട്ട് കൊടുക്കാം. എന്നാന്ന് പറഞ്ഞാൽ ഒരു ഞായറാഴ്ച നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞായറാഴ്ചയുടെ ഒരു പ്രതീതി ഇല്ല. അപ്പൊ നമ്മുടെ എല്ലാം വേണ്ട എടുത്തിട്ട് ഇനി വേണ്ട ഞാനിതൊരു 3 സബോളയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. നമുക്ക് വേണ്ട ആ സബോള അരിഞ്ഞു വെക്കാം. അരിഞ്ഞത് ഇട്ട് കൊടുക്കാതെ ഇത് ഒരു 1.5 കുടം വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാനത് നല്ലപോലെ വേണ്ട പൊളിച്ച് കീറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു മുഴുത്ത കഷ്ണം ഇഞ്ചിയാണ്, അതും വേണ്ട അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് കല്ലാണ് കേട്ടോ. ഞാൻ ഉപ്പ് കല്ല് മാത്രമേ ഇവിടെ ഉപയോഗിക്കത്തുള്ളൂ, ഉപ്പുപൊടി ഉപയോഗിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഉപ്പുപൊടി ഉപയോഗിച്ച് കഴിയുമ്പോൾ തൊണ്ടയ്ക്കൊക്കെ ഒരു വേദന തുടങ്ങും. പക്ഷെ ഉപ്പുകല്ല് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു പ്രശ്നമൊക്കെ മാറി. ഇത് നമുക്ക് അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ഞാനൊരു വലിയ സ്പൂണ് ഒരു 2 സ്പൂണ് വലിയ സ്പൂണ് 2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ സ്പൂണിന് ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാൻ എല്ലാം ചേർത്തങ്ങ് പുരട്ടി വെച്ച് ആണ് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഞാൻ മീറ്റ് മസാലയാണ്. അതൊരു 1.5 സ്പൂണ് കണക്കാക്കി മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, കറിവേപ്പിലൊക്കെ ഉള്ളത് കൊണ്ട് ഇഷ്ടം പോലെ അങ്ങ് ഇടുക കേട്ടോ, തട്ടിയേക്കുക. ഇനി നമുക്ക് വേണ്ട ഇപ്പം നമ്മുടെ ഈ എല്ലിനകത്ത് തന്നെ നല്ലപോലെ വെള്ളമയം ഉണ്ട്. നമുക്കൊരു നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മുടെ മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമ്മൾ തവി കൊണ്ടൊന്ന് ഇളക്കിയാല് ഇതുപോലെയൊന്നും വരത്തില്ല കേട്ടോ. നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കണം. പോരാത്ത മസാല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി നല്ലപോലെ വെന്ത് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പോരാത്ത മസാല കൂടെ ഇച്ചിരിയൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തേക്കാം. അപ്പൊ നമ്മുടെ കപ്പയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ചാറൊക്കെ വേണ്ട. അതിന് സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മുടെ വേണ്ട കപ്പ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉണക്ക കപ്പയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നല്ലപോലെ അടച്ച് നമുക്ക് സ്റ്റവ് വെച്ച് വേവിച്ചെടുക്കാതെ. നമ്മുടെ എല്ല് കറി വേണ്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം പരിപാടി കൂടി ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ നമ്മള് കോട്ടയംകാർ ഇങ്ങനെയൊക്കെ തിന്നത്തില്ല. നമ്മുടെ കോട്ടയംകാരുടെയൊക്കെ എല്ലുകറി എന്നൊക്കെ വെച്ചാൽ നല്ല നിറവും നല്ല രുചിയും ഒക്കെ ആയിരിക്കണം. അപ്പൊ ഇത് ഇച്ചിരി പരിപാടി കൂടിയുണ്ട്. അത് ഞാൻ വേണ്ട നമ്മുടെ അടുത്ത പാത്രം അടുപ്പത്ത് വെക്കുവാണ്. നമ്മുടെ വേണ്ട തവ വെച്ച് കഴിഞ്ഞു. അതിലേക്ക് വേണ്ട എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്ക് നമ്മുടെ കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരല്പം ചൂടാകാനുണ്ടായിരുന്നു തോന്നല്ലേ, കടുകിനൊരു അമാന്തം.
അതിന് പൊട്ടാന്നൊക്കെ പറയുന്നുണ്ട്. പൊട്ടട്ടെ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ നമുക്കൊരു എല്ലുകറി ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ തുടക്കത്തില്. അപ്പൊ എല്ലാവരും ആ വീഡിയോ ഒന്ന് കയറി കാണണം. അതുപോലല്ല ഞാൻ ഇത് വെച്ചേക്കുന്നത്, ഇത് വേറെ രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് എല്ലുകറി ഒന്ന് വെച്ച് നോക്കണം. എന്നിട്ട് എല്ലാവരുടെ നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് അറിയിക്കണേ. നമ്മുടെ വേണ്ട കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിന് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെന്ത എല്ലിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഒരു സബോള തീർത്ത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടേ, ഈ സബോള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴന്നു വരണം. നമ്മൾ സാധാരണ വഴറ്റുന്നതിനെക്കാട്ടില് കുറച്ചുകൂടി വഴന്നു വരണം ഇത്. നമ്മുടെ സബോള വേണ്ട വഴന്നു വരുന്നുണ്ട്. നമ്മുടെ സബോള വേണ്ട നല്ലപോലെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എല്ലുകറിയെ അതിലേക്ക് തട്ടിക്കൊടുക്കാം. നമ്മുടെ എല്ലുകറി വേണ്ട ചട്ടിയിലായി. നമുക്ക് അല്പം മേമ്പൊടിയൂടെ ചേർത്ത് കൊടുക്കണേ. നമ്മള് ചേർത്ത മസാലകളിൽ അത് കുരുമുളക് അല്പം ഇട്ട് കൊടുക്കണം. ഞാനൊരു വേണ്ട 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു. നമുക്ക് കുരുമുളകൊക്കെ നല്ലതുപോലെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നല്ല ഇതല്ലേ. ഇനി ഒരല്പം ഒരു 1/2 ടീസ്പൂൺ ആട്ടോ, ഒരുപാടൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി മീറ്റ് മസാല അതുപോലെ തന്നെ ഞാൻ ഒരു 1/2 സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുത്ത് കരിയാപ്പില കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് ഇളക്കാം. നമ്മുടെ അടിപൊളിയായിട്ട് എള്ളിയറി എല്ലൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകറി റെഡിയായി. നമ്മുടെ അവസാനത്തെ പരിപാടിയാണ് കേട്ടോ മല്ലിയില. ഒത്തിരി മല്ലിയില ഇടുന്നത് ഇവിടെ ഇഷ്ടമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മല്ലിയില ഇട്ടത്. നമ്മുടെ വേണ്ട നല്ല വില, കാരണം കപ്പയൊക്കെ ആയതുകൊണ്ട് ഞാനൊരു അല്പം ഗ്രേവി നിർത്തുകയാണ്. നമ്മുടെ കപ്പയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഞാൻ പറ്റിച്ചെടുക്കും നമുക്ക് ചോറിന് ആവശ്യത്തിന്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. നമുക്കിനി കപ്പ കൂട്ടി നമ്മുടെ എല്ലുകറിയും കപ്പയും കൂടെ കഴിച്ചാലോ. നമ്മുടെ കപ്പയും എല്ലുകറിയും ഞാൻ കഴിക്കാൻ പോവാണ്. സമയം ഒരുപാടായിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. അപ്പൊ വേണ്ട നമ്മുടെ കപ്പയും എല്ലുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഞായറാഴ്ചയായ ഇച്ചിരി കപ്പയും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിച്ചില്ല വലിയ പാടാ. അന്നത്തെ ദിവസം നമുക്ക് ഞായറാണെന്ന് തോന്നത്തില്ല കേട്ടോ. അപ്പം നല്ല
നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ എല്ല് വേണ്ട നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല ചൂടാട്ടോ, അപാര ടേസ്റ്റാ. നമ്മുടെ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.